അങ്ങനെ കൊടുക്കാൻ പോകണ്ടേ? അക്കാടം പോയി അവിടെ വെള്ളം ഉണ്ടാവില്ല. നമ്മൾ ഇന്നാൾ പോയിട്ടുണ്ട് ചേച്ചി, അന്ന് തന്നെ വെള്ളം കമ്മിയാണ്. പിന്നെ എത്ര 2-3 മാസം മുന്നേ പോയതാണ്. അപ്പോൾ വറ്റിയുണ്ടാവും അവിടെ. നമുക്ക് അരിപ്പാറ പോകും, അവിടെ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാവും. അവിടെ പോരെ. ഇന്ന് നമ്മളെ വീഡിയോ അരിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളാണ്. ഏകദേശം ഒരു 10-60 കിലോമീറ്റർ ഓടിയിട്ടാണ് നമ്മളിവിടെ എത്തിയത്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. വേനൽക്കാലത്ത് ഞായറാഴ്ചകളിലെ ഒരു സ്ഥിരം പരിപാടിയാണത്. എങ്ങോട്ടേലും കുളിക്കാൻ പോവാം. ഇപ്പം ഇവിടെ ചെറുതായിട്ട് കറണ്ടൊക്കെ ഉൽപ്പാദിപ്പിക്കേണ്ടതാണ് തോന്നുന്നത്. ഇവിടെ ജനറേറ്ററുകളൊക്കെ കാണുന്നുണ്ട്. ഈ കാണുന്നതും അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പം ഇനി നമുക്ക് ഈ തൂക്കുപാലം കയറിയിട്ട് വേണം അപ്പുറത്തേക്ക് എത്തണമെങ്കിൽ. റോഡിൻ്റെ 2 ഭാഗങ്ങളൊക്കെ ചെടികളൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കിക്കണ്. ഞാൻ ആദ്യമായിട്ട് വരുന്ന സമയത്തൊന്നും ഇവിടെ തൂക്കുപാലം ഇല്ലേനു. തൂക്കുപാലം വന്നിട്ട് ഏകദേശം ഒരു 5-6 വർഷമൊക്കെ ആയിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് അരിപ്പാറ വെള്ളച്ചാട്ടം. ഇപ്പം നമ്മളെ തൂക്കുപാലത്തിൻ്റെ മേലെ നിന്നുള്ള വ്യൂ ആണിത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ഈ ചെറിയ ചാനലും സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ സ്പോട്ടുള്ളത് കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടിക്കടുത്ത് ആനക്കാംപോയിലാണ്. തിരുവമ്പാടിയിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്ററോളം ഉണ്ട് ഇങ്ങോട്ട്. തിരുവമ്പാടിയിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള റോഡൊക്കെ നല്ല അടിപൊളിയാട്ടോ. വീതിയില്ല, നല്ല റബ്ബറൈസ്ഡ് റോഡൊക്കെ ഉണ്ട്. നമ്മൾ ഇങ്ങോട്ട് വന്ന സമയം വേനൽ അവസാനം ആയതുകൊണ്ട് തന്നെ വെള്ളം വളരെ കുറവാണ്. വേനൽക്കാലത്ത് ഒരുപാട് ആളുകൾ ഇവിടെ ഫാമിലി ആയിട്ടും അല്ലാതെയൊക്കെ കുളിക്കാനും കാണാനും വരാറുണ്ട്. മുൻപ് ഞങ്ങൾ വന്നപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇറങ്ങിയിരുന്നു. ഇപ്പോൾ ഇവിടെ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ വെച്ചിക്കണേ. അപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഒരാളിവിടെ മരണപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. നിലവിൽ അരിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ സംരക്ഷണ ചുമതല ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിനാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് പ്രവേശിക്കാൻ ഒരു ചെറിയ ടിക്കറ്റ് ചാർജ് ഉണ്ട്. ഗാർഡുകളുടെ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ അനുസരിക്കുക.
ശുദ്ധമായ നല്ല തണുത്ത വെള്ളത്തിൽ നിങ്ങൾക്ക് കുളിക്കാൻ ആഗ്രഹമുണ്ടോ? ഇന്ന് അങ്ങോട്ട് പോന്നോളി. ഈ ഏരിയയിൽ തന്നെയാണ് നമ്മളെ തുഷാരഗിരി വെള്ളച്ചാട്ടം, അതുപോലെ തന്നെ പതങ്കയം വെള്ളച്ചാട്ടങ്ങളിലെ. ഇവിടേക്ക് വരുന്ന ആളുകൾ സാഹസികതകളൊന്നും കാണിച്ച് ജീവൻ അപകടത്തിൽപ്പെടുത്താതിരിക്കുക. ഇത് പറയാൻ കാരണം ഏകദേശം 23ഓളം പേര് ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അരിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ഈ ചെറിയ ചാനലും സബ്സ്ക്രൈബ് ചെയ്തോളി. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കും. അപ്പോൾ ഓക്കെ.